ഇന്ന് ഷൂട്ട് നേരത്തെ കഴിഞ്ഞു. എനിക്ക് 2 ദിവസം ഷൂട്ടില്ല. നാളെ മറ്റന്നാൾ ഷൂട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ വീട്ടിലോട്ട് പോകുന്നു വെച്ചു. കാരണം അച്ഛനെയും കാണാം. പിന്നെ പിറ്റേന്ന് എനിക്കൊരു ഇനാഗുറേഷൻ ഉണ്ട് പത്തനംതിട്ടയിൽ. അപ്പോൾ അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും തിരിച്ചു വരണം. അതുകൊണ്ട് ഞാൻ എൻ്റെ കാർ എടുത്തില്ല. കാറ് ലൊക്കേഷനിൽ തന്നെ ഇട്ടു, നമ്മുടെ ഫ്ലാറ്റിൽ. ഇവിടുന്ന് ട്രെയിൻ ഉണ്ടായിരുന്നു. ട്രെയിൻ പാലരുവി എക്സ്പ്രസ്, അത് മുളന്തുരുത്തി വഴിയാണ് പോകുന്നത്. ബട്ട് സ്ലീപ്പർ കിട്ടിയില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റാണ് കിട്ടിയത്. പക്ഷേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. പക്ഷേ ഈ ട്രെയിൻ ബുക്ക് ചെയ്യാൻ കാരണം ഇത് നമ്മുടെ കൊട്ടാരക്കര വഴി പോകുന്ന ട്രെയിനാണ്. അതുകൊണ്ട് എനിക്ക് സുഖമായിട്ട് കൊട്ടാരക്കര ഇറങ്ങി അവിടെ നേരെ വെട്ടിക്കലിലോട്ട് പോകാം. നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം ഒരു ചെങ്ങന്നൂരൊക്കെ ആവാറായപ്പോഴത്തേക്ക് എനിക്ക് ഇരിക്കാൻ സീറ്റ് കിട്ടി. അങ്ങനെ വണ്ടി കൊല്ലം എത്തി. കൊല്ലം ഒരു 10-20 മിനിറ്റ് കൊല്ലത്ത് സ്റ്റേ ഉണ്ടായിരുന്നു. അതിനുശേഷം തിരിച്ച് തൂത്തുക്കുടി ആ റൂട്ടിലോട്ടാണ് പോകുന്നത് തോന്നുന്നു. അവിടെ തിരിച്ചത് ഒരു 20 മിനിറ്റിന് ശേഷം തിരിച്ചത് കൊട്ടാരക്കര വഴി യാത്രയാവും. കൊല്ലം എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ ബോഗിയിലൊക്കെ ആൾക്കാർ ഒരുപാട് ഇറങ്ങി, ഇഷ്ടംപോലെ. പിന്നെ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രി ഇപ്പോൾ ഒരു 10:45-11 മണിയൊക്കെ ആവാറായി. 11:30 ഈ ട്രെയിൻ കൊട്ടാരക്കര എത്തും. നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ. ഇത് നല്ല യാത്രയാണ്. ഇത് സ്ലീപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ടിരുന്നപ്പോൾ ഇത് കുറച്ച് തിരക്കേ ഉള്ളായിരുന്നു ചെങ്ങന്നൂർ. അത് കഴിഞ്ഞ് പിന്നെ ഓക്കെ ആയിരുന്നു. ഇപ്പോൾ 7 കഴിഞ്ഞ് ഇനി അടുത്തത് നമ്മുടെ കൊട്ടാരക്കരയാണ്. അങ്ങനെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി. അപ്പോഴത്തേക്കും എന്നെ സുധീർ എന്നെ വിളിക്കാനായി ഓട്ടോറിക്ഷയായിട്ട് കൊട്ടാരക്കര എത്തി. അവനോടൊപ്പം ഇനി നേരെ വീട്ടിലേക്ക്. അച്ഛന് കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാൻ റോഡിലോട്ട് പോയി. ഇന്ന് ഇലക്ഷൻ്റെ വോട്ടെണ്ണുന്ന ദിവസമാണ്. ഞങ്ങളുടെ വെട്ടിക്കടയിലാണ് എല്ലാ ഇതിൻ്റെയും വോട്ടെണ്ണുന്ന സെൻറ്റർ. അതുകൊണ്ട് എല്ലാ പഞ്ചായത്തിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ ഒരുപാട് എത്തിയിട്ടുണ്ട്. ഭയങ്കര തിരക്കായിരുന്നു. റോഡ് മൊത്തം ബ്ലോക്കായിരുന്നു. ഞാൻ സ്വല്പ സമയം അവിടെ നിന്നതിന് ശേഷം പിന്നെ വീട്ടിലേക്ക് പോയി. ഇന്ന് ഉച്ചയ്ക്ക് കുറച്ച് ബീഫ് മേടിച്ചു, കപ്പയും മേടിച്ചു. അപ്പം ബീഫിനുള്ള സാമ്പാർ റെഡിയാക്കി. ഉരുളക്കിഴങ്ങ്, ഉള്ളി, കൊച്ചുള്ളി, ഉരുളക്കിഴങ്ങ്, പച്ചവെള്ളം ഇതെല്ലാം റെഡിയാക്കി വെച്ചു. ഒരു ചട്ടിയിൽ എണ്ണ വെച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു. അതിന് ശേഷം നമ്മൾ ഈ ചേരുവകളെല്ലാം വെച്ചു. അതിന് മഞ്ഞൾപ്പൊടി, മുളകുപൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്തതിന് ശേഷം ഉരുളക്കിഴങ്ങ്, തക്കാളി ഇട്ടു. ഞാൻ ഈ ഉരുളക്കിഴങ്ങ് ഇടാനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീഫിൽ അച്ഛന് ഈ കഷ്ടം തോന്നാൻ കൂട്ടില്ല. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് കൂടെ ഉണ്ടായതുകൊണ്ട് അച്ഛന് ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചോറിനോടെയും കപ്പയുടെ കൂടെ ചാറിനോടെ ഉരുളക്കിഴങ്ങ് കൂടെ അച്ഛൻ കഴിക്കും. ബീഫ് കഴിക്കും, പക്ഷേ എന്നാലും കട്ടി ഉണ്ടായതുകൊണ്ട് അച്ഛന് കുറച്ച് പാടാണ് കഴിക്കും. അങ്ങനെ സെറ്റായി. ബീഫ് നല്ല തിളച്ചു. ഇനി അതിനകത്ത് ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടു. അടിപൊളി ബീഫ് കറി റെഡിയായിട്ടോ. ഇനി നല്ല കപ്പയാണ്, അടിപൊളി വേവുന്ന നല്ല അടിപൊളി കപ്പയായിരുന്നു കേട്ടോ. ആ കപ്പയെല്ലാം അരിഞ്ഞ് റെഡിയാക്കി അതിന് മഞ്ഞപ്പൊടി ഇട്ടു. അതിനുശേഷം കുഴച്ച് റെഡിയാക്കി വെച്ചു. എന്നുവെച്ചാൽ ഇനി ഫുഡ് കഴിക്കാം. അതിന് കപ്പ, ബീഫ് കറി, പിന്നെ ചോറും എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് കുറച്ചെടുത്ത് വെച്ചിട്ടുള്ളൂ. ഈ രണ്ടും കൂടെ അച്ഛൻ മിക്സ് ചെയ്താൽ കഴിച്ചോളൂ. അപ്പോൾ ഇനി ഉച്ചക്കലത്തെ അച്ഛൻ്റെ ഭക്ഷണം കഴിക്കാൻ പോവുക. വൈകുന്നേരം ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി. കാറില്ലാത്തതുകൊണ്ട് ഞാൻ ബസ്സിലാണ് പോയത്. നമ്മുടെ കോക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് തന്നെ കൊട്ടാരക്കരയ്ക്ക് വന്ന KSRTC ബസ് തിരക്കുറവായിരുന്നു. നേരെ തിയേറ്ററിലെത്തി. കളങ്കാവൽ മൂവി കാണാനാണ് എത്തിയത്. വളരെ തിരക്കുള്ള ദിവസമായിരുന്നു, ശനിയാഴ്ചയാണ്. അവിടെ നിന്ന് ആ പോസ്റ്ററിൻ്റെ അടുത്ത് നിന്ന്, മമ്മൂക്കയുടെ പോസ്റ്ററിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തു. അതിനുശേഷം നേരെ തിയേറ്ററിലേക്ക് കയറി. നല്ല തിരക്കുണ്ടായിരുന്നു. പടം കണ്ടു. ഒരു രക്ഷയില്ല, ഗംഭീര സിനിമയായിരുന്നു. ഈ അടുത്ത സമയത്ത് ഇതുപോലെ നല്ലൊരു ത്രില്ലറായിട്ടൊരു പടം കാണാൻ പറ്റി. വളരെ നല്ല മൂവിയായിരുന്നു കേട്ടോ. സെറ്റ് മൂവിയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, ഞാൻ 2 ദിവസമായിട്ടുള്ള വീഡിയോസാണ് ഒറ്റയ്ക്ക് ഒരുമിച്ചിടുന്നത്. ഇത് പിറ്റേ ദിവസമാണ്. ഞാൻ ഇന്ന് വെളുപ്പിനാണ് ഷൂട്ടിന് പോകുന്നത്. ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ചും മോരുവെള്ളം കൊടുത്തു. രാവിലത്തെ കാപ്പി പിടിച്ചതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടില്ല, സമയം കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് രാവിലെ ദോശയാണ് അച്ഛൻ കഴിച്ചത്. ഇത് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഞങ്ങൾ ഈ ഇതിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. നല്ല തണുത്ത വെള്ളമാണ് കൂഞ്ചൽ. ഉച്ചക്കലത്തേക്ക് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ചമ്മന്തി, ഉണക്കമീൻ വറുത്തത്, തൈര്. ഇതാണ് ഇന്ന് ഉച്ചയ്ക്ക്. അച്ഛന് ചോറ്, കാന്താരി ചമ്മന്തി, ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി, ഉണക്കമീൻ, തൈര്. ചാറങ്ങും പോകണം. സാറ് കഴിച്ചിട്ട് വിട്ടിരുന്നത് എല്ലാം ഇളക്കി. പാട്ട് പിന്നെ പാടാം. ചിലരുന്ന ആൾക്കാർ കാണും അതിനകത്ത് അതിന്റെ സുഖം കാര്യം വരുമ്പോൾ അന്നേരം തന്നെ ഓക്കെ സാർ, ഓക്കെ സാർ, നല്ലതാണ്. തൈരും ചമ്മന്തി, ഉണക്കമീൻ.
പാട്ട് പിന്നെ പാടാം, കഴിക്കും. ഹൈ ഹായ്. പാട്ടേ അതെ പിന്നെ പാടാം, കഴിക്കും. അതേ പാട്ട് നല്ലതായിരുന്നു സാറേ. ഊഹി ഇല്ലല്ലാഹി ഹയായി. ഊഹി ഹയായി. ഊഹി അമ്മായി അമ്മാവനും അമ്മാവനും അമ്മാവിയും. അതെ അങ്ങനെയുള്ള കാര്യമൊക്കെ ഇതെന്തൊരു പാട്ടാച്ചാ. അമ്മാവര് അമ്മാവി അമ്മൂമ്മേ. അതെ. ഇനി കഴിച്ചിട്ട് പാടാം. കഴിച്ചോ, ഇത് വേണ്ട സാറേ. ഞാൻ കഴിക്കാം. സാറ് കഴിച്ചിട്ട് കഴിക്കാം. റെസ്റ്റിന്റെ ഒരു റേസിന്റെ എല്ലായിടത്തും കഴിക്കണം, എല്ലായിടത്തും കഴിക്കണം. ഇവിടെ കഴിക്കാൻ ഇവിടെ കഴിക്കും. ഇതെന്താ ബ്ലേഡിനോ? ബ്ലേഡല്ല ഇത്. ഷെയ്ഡിന്റെ ഷെയ്ഡിന്റെ ഇതില്ലേ ഇത് ചെയ്തത് ഷെയ്ഡ് ഉരുളക്കിഴങ്ങ്. തൈര് ഒഴിച്ചാൽ ഒഴിച്ചു തരാം കേട്ടോ. എടുക്കട്ടെ, അതെല്ലാം കൂടെ ഇളക്കി കഴിക്കും. ഞാൻ അച്ഛൻ്റെ ഉച്ചക്കളുടെ ചാപ്പാട് അച്ഛൻ കഴിച്ചോണ്ടിരിക്കുകയാണ്. ഓക്കെ, കഴിക്കുക കേട്ടോ. കഴിച്ചിട്ട് കൈ കഴുകി സുഖമായിട്ട് ഇവിടെ ഇരിക്കണം. ഓക്കെ ഓക്കെ. ചോറിന് വേണോ? മതിയോ? മതിയോ? ഓക്കെ, അച്ഛൻ കഴിച്ചു. കഴിച്ചിട്ട് കേട്ടോ. ചോറുണ്ടായിരുന്നു, കഴിച്ചല്ലോ. എല്ലാ കൂട്ടെല്ലാം എടുത്തു. കഴിപൊടി കഴിയണം കേട്ടോ. ഓക്കെ, കഴിവണേ, കൈ കഴിവണം. അവിടെ അവിടെ വെളിയിലല്ല, അവിടെ. ഓക്കെ 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 സാർ. ഓക്കെ. അച്ഛന് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുത്തതിന് ശേഷം 4 മണിയോട് കൂടി ഞാൻ യൂണിറ്റി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിന് വേണ്ടി ഓമല്ലൂരിലേക്ക് എത്തി. അവിടെ നമ്മുടെ കുറേ സുഹൃത്തുക്കളെ കണ്ടു, പ്രോഗ്രാമൊക്കെ കാണുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. എൻ്റെ പ്രിയ സുഹൃത്ത് ഷിനോജ് ബ്രോയാണ് ഇതിൻ്റെ MD. അദ്ദേഹം വിളിച്ചിട്ടാണ് ഞാൻ ഈ ഫംഗ്ഷന് വേണ്ടി എടുത്തത്. അവിടെ ധനസഹായ വിതരണമാണ് ഞാൻ ചെയ്യേണ്ടത്. ഇതിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം ബഹുമാന്യായ നമ്മുടെ ചിറ്റയം ഗോകുമാർ സാറും അതുപോലെ തന്നെ ബിഗ് ബോസ് താരവും പ്രശസ്ത സംവിധായകനുമായ ശ്രീ അഖിൽമാരാറുമായിരുന്നു. വളരെ സന്തോഷമായിരുന്നു ഇവരോടൊപ്പം ഒരു വേദി പങ്കിടാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളോട് വെച്ച് കാണുകയുണ്ടായി. അങ്ങനെ ആ പ്രോഗ്രാം വളരെ ഗംഭീരമായി കഴിഞ്ഞു. ഒരു ഓമലൂരാണ് ഈ ഒരു പുതിയ പ്രസ്ഥാനം തുടങ്ങിയിരിക്കുന്നത്. ഷിനോജ് ബ്രോയുടെ 3ാമത്തെ സംരംഭമാണിത്. വലിയ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ്. എല്ലാ സാധാരണക്കാർക്കും ചിലവ് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു ഹോസ്പിറ്റലാണ്. പാവങ്ങളെ സഹായിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് അദ്ദേഹം ഈ ഹോസ്പിറ്റൽ ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. അങ്ങനെ മഹനീയമായ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞു. അതിനുശേഷം ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം ഞാൻ നേരെ തിരിച്ച് എനിക്ക് വീട്ടിലേക്കെത്തി. രാത്രി 3:15 എനിക്ക് കൊട്ടാരക്കരയിൽ നിന്നും തിരിച്ച് മുളന്തുരുത്തിയിലേക്കുള്ള ട്രെയിൻ. അപ്പോൾ അതിനുശേഷം ഗംഭീരമായൊരു ഗാനമേള ഉണ്ടായിരുന്നു. പ്രശസ്തനായ ശ്രീ കൊല്ലം ഷാഫിയുടെ സംഗീത നിശ്ചയമുണ്ടായിരുന്നു. എൻ്റെ പ്രിയ സുഹൃത്ത് ഷിനോജ് ബ്രോയുടെ ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. രാത്രി 3:05 ട്രെയിൻ കൊട്ടാരക്കരയിൽ നിന്ന്. ഒരു തൂത്തുക്കുടിയിൽ നിന്ന് വരുന്ന ട്രെയിനാണ് കേട്ടോ, പാലരുവി എക്സ്പ്രസ്. ഞാനൊരു 2:45 കൂടി വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലെത്തി. സുധീറാണ് എന്നെ കൊണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ ട്രെയിൻ കുറച്ച് ലേറ്റാണ്. ഇപ്പം 3:05 ട്രെയിൻ താമസിച്ചു വരാൻ. ഇപ്പം 3:12 ആയി. ഏകദേശം ഒരു 3:20 കൂടി ട്രെയിൻ എത്തി, പാലരുവി എക്സ്പ്രസ്. ഞാൻ എറണാകുളത്ത് നിന്ന്, അതായത് മുളന്തുരുത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ജനറൽ കമ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ടിക്കറ്റ് കിട്ടിയത്. റിസർവേഷൻ ഇല്ലായിരുന്നു. തിരിച്ച് അങ്ങോട്ട് പോയപ്പം ഞാൻ റിസർവേഷൻ ചെയ്തു കേട്ടോ. അതുകൊണ്ട് ബെർത്ത് കിട്ടി. താഴത്തെ ബെർത്തായിരുന്നു. അപ്പോൾ ഒരു 2-3 മണിക്കൂർ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നൊരു സെറ്റപ്പാണ്. പക്ഷേ നല്ല ഉറക്കമൊന്നും വന്നില്ല. നേരെ കയറി വണ്ടിയിൽ സാധനങ്ങളൊക്കെ വെച്ചു. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, വലിയ തിരക്കില്ലായിരുന്നു. അപ്പോൾ കയറുന്നിടത്ത് തന്നെയാണ് എൻ്റെ ബെർത്ത്. താഴത്തെ ബെർത്താണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് സുഖമായിട്ട് കിടക്കാനുള്ള സൗകര്യമൊക്കെ കിട്ടി. കുറച്ച് നേരം അവിടെ നിന്നു. ഒരു 5 മണി ട്രെയിൻ അവിടെ
സ്റ്റോപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം വണ്ടി വിട്ടു. സുധീറാണ് ഈ ക്യാമറയൊക്കെ സുധീറിൻ്റെ ക്യാമറയിലാണ് അവൻ എടുത്തിട്ട് അയച്ചു തന്നത്. അപ്പോൾ അങ്ങനെ കൊട്ടാരക്കരയിൽ നിന്നും മുളന്തുരുത്തിയിലേക്കുള്ള യാത്രയാണ്. രണ്ടാമത്തെ ദിവസമാണ് എൻ്റെ ഷൂട്ടിങ്ങിൽ. 2 ദിവസം ഉണ്ടായിരുന്ന അച്ഛനെ കാണാനും ഒരു ഘടകത്തിനും വേണ്ടിയിട്ടാണ് വന്നത്. ഞാൻ ചായ കുടിക്കും കാപ്പി കുടിക്കുന്ന പതിവില്ല, പക്ഷേ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10-15 മിനിറ്റ് പിടിച്ചിട്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു ചായ കുടിച്ചു. അതിനുശേഷം കുറച്ച് നേരം ഉറങ്ങി. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയോളമായി. 7:45 ആകുമ്പോഴത്തേക്ക് ട്രെയിൻ മുളന്തുരുത്തിയിലെത്തി. മുളന്തുരുത്തിയിലെ ട്രെയിൻ ഇറങ്ങി നേരെ അവിടെ നിന്ന് നടന്ന് ഫ്രണ്ടിലെത്തിയപ്പോഴേക്കും ലൊക്കേഷനിൽ നിന്ന് വണ്ടി എന്നെ വിളിക്കാൻ വന്നായിരുന്നു. ആ വണ്ടിയിൽ കയറി നേരെ ഫ്ലാറ്റിലെത്തി, കുളിച്ചു, ഫ്രഷായി വീണ്ടും അവിടെ നിന്ന് ലൊക്കേഷനിലേക്ക് പോയി. അപ്പം ഞാൻ എൻ്റെ ഈ ഷൂട്ടിങ്ങില്ലാതെ നിന്ന 2 ദിവസത്തെ വീഡിയോയാണ് ഞാൻ ഒരുമിച്ച് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ലൊക്കേഷനിലെത്തി അവിടെ ഷൂട്ടിങ്ങൊക്കെ തുടങ്ങാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഓക്കെ, ഇപ്പോൾ 2 ദിവസത്തെ വീഡിയോ ഒരുമിച്ചാണ് ഞാൻ